പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. നമസ്കാരം. KF ഇക്ബാലാണ്. ഈ ജന്മത്തിൽ നമുക്ക് കിട്ടിയ ഭാഗ്യമെന്താണെന്ന് നിങ്ങളോട് ആരെങ്കിലും വല്ലപ്പോഴും ചോദിച്ചാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഉത്തരമുണ്ട്. ആരോഗ്യത്തോടെ ഒന്ന് നേരെ നിവർന്നു നടക്കാൻ കഴിയുന്നതിനേക്കാൾ ഭാഗ്യം ഈ ജന്മത്തിൽ മറ്റെന്താണുള്ളത്? പക്ഷേ ഖദീജത്ത് മർസൂക്ക എന്ന 15 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടിക്ക് അതൊരു ദിവാസ്വപ്നമാണെന്ന്. അവളുടെ ഉപ്പക്കും ഉമ്മയ്ക്കും അതൊരു നെഞ്ചുലക്കുന്ന നീറ്റലാണ്, വേദനയേറിയ കാഴ്ചയാണ്, മനസ്സിലെ ആഴത്തിലുള്ള മുറിവാണ്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പഞ്ചായത്തിലെ പ്രാന്തപ്രദേശമായ ബങ്കരമഞ്ചേശ്വരത്തെ ജാറ ഹൗസ് എന്ന കുടിലിൽ മത്സ്യത്തൊഴിലാളിയായ ഉപ്പ ഹക്കീമും ഉമ്മ നസീമയും മകളുടെ ദയനീയ സ്ഥിതിയോർത്ത് ബാഷ്പധാരയൊരുക്കി കണ്ണീർ കയത്തിൽ ജീവിക്കാൻ തുടങ്ങി വർഷം പലത് കഴിഞ്ഞിരിക്കുന്നു. മഞ്ചേശ്വരം SAT സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മർസൂക്കയ്ക്ക് ജന്മന നട്ടെല്ല് വളയുന്ന അസുഖമാണ്. 10ാമത്തെ വയസ്സിൽ മംഗലാപുരം തേജസ്വിനി ആശുപത്രിയിൽ ഡോക്ടർ ശാന്തറാം ഷെട്ടിയുടെ നേതൃത്വത്തിൽ 9 മണിക്കൂർ ദൈർഘ്യമേറിയ മേജർ ഓപ്പറേഷനെ അവളെ വിധേയമാക്കി. അതിസങ്കീർണമായ ആ ഓപ്പറേഷന് 5 സെന്റ് ഭൂമിയുടെ പിൻബലത്തിൽ ബാങ്ക് ലോൺ എടുത്താണ് സർജറി പൂർത്തിയാക്കിയത്. 6 മാസം കഴിഞ്ഞ് വീണ്ടും സർജറി ആവശ്യമുണ്ടെന്നും 8 ലക്ഷത്തോളം രൂപ സർജറിക്കായി വേണ്ടിവരുമെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചപ്പോൾ പിതാവ് ഹക്കീമിന്റെ നെഞ്ചിന് വല്ലാത്ത ഭാരം തോന്നിയിരുന്നു. ഈ ചെറിയ പ്രായത്തിൽ തന്റെ പ്രാണനെപ്പോലെ പോറ്റി വളർത്തിയ പൊന്നുമോളെ ദൈർഘ്യമേറിയ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുമ്പോൾ പോലും പതറാത്ത ആ മനുഷ്യന് ലാളിച്ച് വളർത്തിയ മോളുടെ ജീവന് ആശുപത്രികൾ വിലയിടുമ്പോൾ അന്നന്ന് കിട്ടുന്ന തുച്ഛമായ തുകയിൽ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ പോലും കഴിയാത്ത ഹതഭാഗ്യനായ ഈ പിതാവിന് പഠന പാഠ്യേതര വിഷയങ്ങളിൽ മിടുക്കിയായ തന്റെ പ്രാണന്റെ ജീവന് വേണ്ടി ഒരു സമൂഹമാകെ സഹായിക്കാൻ ആവശ്യപ്പെടുന്നത് അയാളുടെ നിവൃത്തികേട് ഒന്നുകൊണ്ട് മാത്രമാണ്. ജീവിതത്തിൽ ഒരുപാട് വട്ടം തോറ്റുപോയ ആ മനുഷ്യന് തളർന്നു പോകാതിരിക്കാനും അതിലുപരി സമാധാനത്തോടെ ഉറങ്ങാനും ഇനി നമ്മളാണ് നിമിത്തമാകേണ്ടത്. അയാൾക്ക് പ്രിയപ്പെട്ട നഷ്ടപ്പെട്ട ഒരുപാട് മുഖങ്ങളുണ്ടായിരുന്നു ജീവിതത്തിൽ. മറ്റാർക്കും പകരമാവാൻ കഴിയാത്ത വിധം അയാൾ സ്നേഹിച്ചിട്ടുള്ള തന്റെ മോളുടെ ജീവനു വേണ്ടി, ജീവിതത്തിനു വേണ്ടി കൈകൂപ്പി യാചിക്കുന്ന ഈ മനുഷ്യന്റെ അപേക്ഷാസ്വരം തട്ടിമാറ്റാൻ മാത്രം ക്രൗര്യമുഖങ്ങളായി നമ്മൾ ആരും മാറരുത്. ഓപ്പറേഷൻ മുറിയിലെ കാഠിന്യമേറിയ വേദനകൾക്കൊടുവിൽ ആ പെൺകുട്ടി അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്: ശൂന്യതയ്ക്ക് ഭാരമുണ്ട്. അത് മനസ്സിലാവണമെങ്കിൽ ഒരാളിനാൽ നമ്മൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിക്കപ്പെടണം. അതെ, ആ നീറ്റൽ അവരുടെ ഉപ്പയായിരുന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ വിഹായസിൽ നോക്കി നിന്ന ശൂന്യതയുടെ പേര് അവരുടെ ഉപ്പ. ഒരു പ്രാണനായി നാടുനീളെ അലഞ്ഞവൻ. അയാളുടെ പൊന്നുമോനുടെ ജീവന് ഇനി നമ്മുടെ കൈകളിലാണ്. സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം KF ഇക്ബാൽ.